ആദ്യം തടിച്ചിട്ട് കുറുതായിട്ട് എന്നെ പോലൊക്കെ തന്നെ ഉണ്ടാവും. എന്നിട്ടാണ് ആ പായൽ കയറിയിട്ട് കിസടിച്ചേ? അവൾക്ക് എന്താ വട്ട? ഓൾ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. ഓളൊന്നും എൻ്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. ഏട്ടന് ആർക്കാ ഇഷ്ടമല്ലാത്ത? എനിക്കിഷ്ടല്ലേ. അപ്പൊ ഇനി പറയുന്ന എനക്ക് നല്ല പെണ്ണിനെ കിട്ടുമെന്ന്? പിന്നല്ലാണ്ട്. നിങ്ങൾ വേഗം ആ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലേ. ആടെ ആ പ്രശ്നം പറഞ്ഞേ എനിക്ക് അറിഞ്ഞൂടെ. ആ കറുത്ത പെണ്ണിനെ കണ്ടേരം ഞാൻ അറിയാണ്ടാടുന്ന അങ്ങ് ഇറങ്ങിപ്പോന്നു പോയി. ഓളാണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാന്ന്. പെണ്ണ് കാണിക്കുന്ന പോയിട്ട് ഓളൊന്നും തന്നെ അടുപ്പിക്കുക പോലും ഇല്ല. എന്റെ ജയേഷേട്ടാ, അതൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചേട്ടനൊന്ന് പോയി നോക്ക്. പല്ലവി എൻ്റെ ചങ്ങായി വിനോദിൻ്റെ മോളാണെങ്കിൽ ഓൾ എനിക്ക് പെണ്ണ് കാണിച്ചു തരുകയും ചെയ്യും. നീ എൻ്റെ മോനാണെങ്കിൽ ഓൾ കാണിച്ചു തരുന്ന പെണ്ണിനെ നീ കെട്ടുകയും ചെയ്യും. പറ്റില്ല എന്നൊരു വാക്കിൻ്റെ വായിന്ന് കേൾക്കാൻ പാടില്ല. യെസ് എന്ന് മാത്രമേ കേൾക്കാവൂ. No, I'm sorry. നിങ്ങളാണോ മാമ്പറത്ത് ജയേഷ്? അതെ. 8B കയറി കൂടിയത് ഓളെൻ്റെ മനസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ ഇടങ്കോലിടാൻ വന്നാണല്ലോ. തെറ്റമ്മയാണ്. പള്ളക്ക് ഞാൻ ഓട്ടിടും. ചേട്ടാ, എനിക്ക് മീശയുള്ള ആണുങ്ങളെ ഇഷ്ടമല്ല. ഒന്നും തോന്നരുത്. കൊറോണയ്ക്ക് ശേഷം ഞാൻ പ്രൈവറ്റ് നോക്കുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് സ്ഥിരതയുള്ളൂ. ശരി. എന്റെ ലൈഫിൽ എല്ലാ ഡിസിഷൻസ് എടുക്കുന്ന എന്റെ ബെസ്റ്റിയാ. ഇവൻ കാണിച്ചു തരുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഇവൻ വേണ്ട. ചേട്ടനെ കാണുമ്പോൾ ഒരു പാർട്ട്ണർ ഫീലിംഗ് കിട്ടുന്നില്ല, ഒരു അങ്കിൾ ഫീലാ. സോറി. ജയേഷ്, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും. വിരോധം ഇല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്ത് എനിക്ക് റിസൾട്ട് അയക്കുമോ? വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. നീ എൻ്റെ മരുവളെ കണ്ട? ആ, നല്ല നെറുമ്പാലിൻ്റെ കളറ് ലോക്ക്. അതെ. അതിൻ്റെ അകത്ത് ഈ കട്ടൻ ചായ വയ്ക്കാന്ന് പറഞ്ഞാൽ ഈ പരിപാടി ശരിയാവില്ല പല്ലവി. ഏത് പെണ്ണാലും മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മളെ ചെക്കൻ മുന്നോട്ട് വരുമ്പോൾ നീ ഓനെ കണ്ട കൈസാട് പൊമ്പളെടുത്തെല്ലാം കൊണ്ട് പറ്റി അങ്ങ് അപമാനിക്ക. ജയേഷ്, അപ്പൊ ഈ യെസ് പറഞ്ഞെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരല്ലേ? താനൊരു തുറന്ന മനസ്സോടെയാണ് വരുന്നതെന്ന് പറഞ്ഞ് രാഘവ മാഷ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അയാൾക്ക് പ്രാന്താന്ന്. അല്ല, നിങ്ങളെന്തിനാ ഇതെല്ലാം അറിയുന്നത്? നിങ്ങളൊരു ബ്രോക്കർ അല്ലേ? കുടുംബമയം പോലും നോക്കാണ്ട് കണ്ട ചപ്രാച്ചി പെണ്ണുങ്ങൾക്ക് പോലും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റീനാ? മാങ്ങാത്തൊലി. ഓ, ഒരുത്തിക്ക് മീശിൽ ആണുങ്ങൾ ഇഷ്ടമല്ല പോലും. പിന്നെ ആണുങ്ങളായ പിന്നെ മീശി ഉണ്ടാവൂലേ? ജയേഷ്, അതിന് ഞാൻ ഈ കാണിച്ച കുട്ടികളെല്ലാം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണോ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അവരുടെ അടുത്ത് ആദ്യം മനസ്സോർന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്? നിങ്ങൾ ഈ സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് മതിയാക്കി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ജയേഷ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഞാനൊരു സാധാരണ മാച്ച് മേക്കറിനെ പോലെ എങ്ങനെങ്കിലും ഒരു കല്യാണം നടത്തി ഫീസ് മേടിച്ച് പോകുന്ന ഒരാളല്ലെന്ന്. പണം വാങ്ങിയിട്ട് ഒരു ബ്രോക്കർ പറയുന്ന വർത്താന ഇത്. കട്ടു, വണ്ടി നിർത്തിക്കേ. പൈസ വയ്ക്കുമ്പോ വണ്ടി നിർത്തുന്ന പരിപാടി അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. നിർത്ത്. ആദ്യം ഒരു 1000 കണ്ടീഷൻസ് വെക്കുക. അതൊന്നും നടക്കാതെ ആകുമ്പോ ആരുടെങ്കിലൊക്കെ നിർബന്ധത്തിന് വഴങ്ങി എങ്ങനെങ്കിലൊക്കെ ഒരു കല്യാണം നടത്തുക. രണ്ട് കുടുംബങ്ങളെ എങ്ങനെങ്കിലും ചേർത്ത് വെക്കുന്ന ഒരു പ്രോസസ് അല്ല വിവാഹം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിവാഹം. ജയേഷ്, this is where we part our ways. പല്ലവി please. All the best. പല്ലവി. പല്ലവി, എന്റെ കുമ്പിടി തലയിൽ കാക്കോത്താണ് നോക്കോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ ജിതേഷിനെ തടയണ്ടായിരുന്നു. ഓം പറയുമ്പോഴെല്ലാം തോന്നുന്നു ഓം പറയുന്നത് ശരിയെന്ന്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുക പല്ലവി തന്നെ ശരിയെന്ന്.
എൻ്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതേ ഈടെ പെമ്പിളർ കുറവാ. ഉള്ളതിനാണെങ്കിൽ നാട്ടിലില്ലാത്ത കണ്ടീഷൻസും ഡിമാൻഡ്സും. ചേട്ടനും ഉണ്ടായിരുന്നല്ലോ കുറെ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ. ഏട്ടൻ കാരണം എത്ര ചേച്ചിമാര് വിഷമിച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞത് ശരിയാ മരണേ. ഞാൻ ഒരുപാട് പെമ്പിളറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓരെല്ലാം ശാപം ചിലപ്പോൾ ഉണ്ടാവും അല്ലേ എനിക്ക്. ചത്ത ഏട്ടാ എണീറ്റാ എണീക്ക്. എന്താടാ കട്ടു, നിങ്ങളെ കല്യാണം ഉറപ്പിച്ച് നല്ല നരിമാർക്ക് പോലത്തെ ഒരു ഏച്ചി. വേദനിച്ചെനക്ക്. അപ്പൊ സ്വപ്നല്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തേ മാഷേ? ആരുമായിട്ട്? എപ്പോ? എങ്ങനെ? എന്റെ അച്ഛൻ വടക്കേലെ നാറാണങ്ങാൻ ചെന്ന പെണ്ണുമായിട്ട്. എടാ അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നീയും അച്ഛനും കൂടി തൃക്കരി പോലെ ഒരു പെണ്ണാണാൻ പോയത് ഓർമ്മയുണ്ട് എനിക്ക്. ഏതൊരു ദൂരം ജാസ്തി ആയിട്ട് ഒഴിവാക്കിയ മാഷേ. ഓളെ ഞാൻ കണ്ടടാ അങ്ങ് തിരുനെല്ലിയിൽ വെച്ചിട്ട്. അച്ഛന്റെ ചിതാഭസ്മ നിമഞ്ജനം കഴിഞ്ഞ് തിരുനെല്ലിപ്പുഴയിൽ ഞാൻ നേരെ മുങ്ങി നേരുമ്പോ നേരെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആ വടക്കേലെ നാരായണൻ ലെജൻഡ് ആണറാ ലെജൻഡ്. അച്ഛന്റെ ചിതാഭസ്മം തിരുനെല്ലിപ്പുഴയിൽ ഒഴുകി പരന്നില്ലാണ്ടാവുന്നതിന് മുമ്പേ എന്റെ കാര്യം ശരിയാക്കിയിട്ടാണ് ഓറ് പോയത്. അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുട്ടീനെ ഒന്ന് പോയി കാണണ്ടേ? ഇനിയിപ്പോ അതൊന്നും വേണ്ടാന്ന്. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്നല്ലാണ്ട് പറഞ്ഞു പറഞ്ഞ രാഘവന്റെ 70 എത്താനായി. എനിക്ക് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. പരസ്പരം അറിയാണ്ട് സംസാരിക്കാണ്ട് എങ്ങനെയാ? അത് ശരിയാ അച്ഛാ. ഉണ്ടായിരിക്കാണ്. നീ ആ ഗോപികയുടെ അടുത്ത് സംസാരിക്കാൻ പോയ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. കല്യാണത്തിന് മുമ്പ് നീ വീടിന്റെ പടി ഇറങ്ങി നേരത്തെ അതിന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ട ചാട്ടിക്കളി. മാഷ അറ്റാക്ക് ഒന്നും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോധം വേണ്ടേ? ഒന്ന് മനസ്സിലാക്കാം. എടാ നീ എന്തിനാ ഈ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? എടാ ഓളപ്പുരം പോയിട്ട് ഒരു കാപ്പിയും കുടിച്ച് 2 മണിക്കൂർ സംസാരിച്ച് ഓളങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന? എടാ പഴയ ഒരു പാട്ടുണ്ട്, ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എൻ്റെ പൊന്നു മോനെ ജയ്ഷെ, എത്ര യുഗം കിട്ടിയാലും ഈറ്റിങ്ങളൊന്നും ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. എടാ ഞാൻ നോക്കിയിട്ട് ഇതൊരു ഉഗ്രൻ ആലോചനയാണ്. നീ അത് ഇത് പറഞ്ഞ് തിരിഞ്ഞഴിച്ചിട്ട് ഇതും കൂടി മിസ്സായി പോയാ പിന്നെ നല്ലൊരു പെണ്ണുകെട്ടിലുണ്ടാവൂലേ? അവസാനം ഈ വലിയ തറവാട്ടില് നീ ഒറ്റക്കായി പോവേ. ഇന്റെ മൂത്രവും തീട്ടും കൂടി കോരാൻ ഒരു മനുഷ്യനുണ്ടാവൂല. ബാക്ക് നിന്റെ ഇഷ്ടം. ഈ കാര്യത്തിൽ അതിന്റെ വീട്ടുകാരെപ്പോഴാണേ? മലയാളി കല്യാണോ ജയചിന്നും കല്യാണോ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ, ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാം. ഇനി ചോറ് വെച്ച് പോകാൻ വെക്കാനുണ്ട്. അടുത്തേക്ക് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ